വാചകങ്ങൾ നല്ല സോങ് സെലക്ഷൻ, താങ്ക് യു. അടിപൊളി. പിന്നെ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ നന്നായി ഡാൻസ് ഒക്കെ കളിച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് അടിപൊളിയായിരുന്നു. താങ്ക് യു. ഷാനിക്ക റിഹാൻ കുഴപ്പമില്ലാണ്ട് പാടി, നന്നായിട്ട് തന്നെ പാടി കേട്ടാ. റിഹാൻ, എനിക്ക് തോന്നുന്നു ഈ പാട്ടിന് വേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാണ്. റിഹാൻ പാടിയ ഒരു സ്റ്റൈലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കുറച്ചുകൂടെ വൈബ്രൻസി ഫാക്ടർ വേണം ഇതിന്. ഒരു നമ്മൾ ഈ വൗ ഫാക്ടർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ഐറ്റം കുറച്ച് മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. പിച്ച് ഔട്ടിന്റെ കാര്യമല്ല, പിച്ച് ഔട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ചില സ്ഥലത്ത് പറ്റി. ഇപ്പം ചരണത്തില് അഴകായി, ആമ്പൽ തളിരും അഴകായി. ഇത് നിറയും പൈമ്പാൽ കുളവും ആമ്പൽ തളിരും അഴകായി. ഇപ്പം ഏകദേശം അവിടം വരെ എത്തി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അഗൈൻ അത് ആ ടെമ്പോയിൽ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ആ ടെമ്പോയുടെ അകത്ത് ഫിറ്റ് ആവണം. ഇത് ആ അഴകായുടെ അഴക് കുറച്ചൊന്ന് കുറഞ്ഞു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പാടാൻ വന്നതാരോ പൂവാൽ പൂങ്കുയിൽ, പിന്നെ മറ്റേ സെയിം സ്ഥലം തകിലും കുഴലും തരുമോന്നി, ആ ഹൈ ഹിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളും ഹൈ ഹിറ്റ് ചെയ്യുന്ന ഭാഗം അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് അതിനേക്കാളും ഹൈ അല്ലേ? ഇത് പിച്ച് ഇത് സെയിം സ്കെയിൽ തന്നെയാണോ? ഇത് എന്താ കുറച്ചോ? ഇത് അതെന്ത് പറ്റി? മറ്റേ ഈ ഹൈ പൊസിഷൻ ഉള്ളതുകൊണ്ടാണോ? ഓക്കെ ഓക്കെ ഓക്കെ, അത് അണ്ടർസ്റ്റാൻഡബിൾ. അത് ഒരു ഏരിയ ചെറിയ പണിയാവും. അല്ലെങ്കിൽ പാടിയത് മുമ്പ് പാടി, പക്ഷെ ആ ഒരു എന്തെങ്കിലും ഒരു എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു വൗ ഫാക്ടർ കൂടെ വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കളറായേനെ എന്നുള്ള ഒരു അഭിപ്രായം കേട്ടാ. ദാറ്റ്സ് ഓൾ മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ. റിഹാൻ, എന്തോ സർ? മോനെ, അതായത് ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല ഒരിടത്തും.
മൊത്തത്തിലൊരു പൂർണ്ണത വരുന്നില്ല എന്ന് പറയില്ലേ, പാട്ടിന്റെ ഒരു ഫീല്, അതൊരു ഫൺ. നീ ഡാൻസ് ചെയ്തൊക്കെ രസമായിരുന്നു കേട്ടോ, അതൊക്കെ നല്ല ആക്ട് ആയിരുന്നു. കോമ്പറ്റീഷൻ ടൈറ്റ് ആവുകയാണ്, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഓക്കെ റിഹാൻ. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. മോനെ എന്തോ സർ? എന്താ പറയുക, നല്ലൊരു ഗുമ്മുള്ള പാട്ടാണ്. ഒന്നാമത് നമുക്ക് വളരെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കമ്പോസറാണ് വിദ്യാ അണ്ണാച്ചി. അതുപോലെ ഈ പാടിയേക്കുന്ന രണ്ടുപേരും, ബിജു നാരായണനാണെങ്കിലും നമ്മുടെ കിണ്ണാച്ചി ആണെങ്കിലും, അവരൊക്കെ നമുക്ക് നെഞ്ചിനോടടുത്ത് നിൽക്കുന്നവരാണ്. അപ്പം അത് മോനെ അതിൻ്റെ ഒരു ഗും കിട്ടിയില്ലടാ, എന്തോ ഒരു സാധനം മിസ്സിങ്. അതിനൊരു ഒരു ഒരു കംപ്ലീറ്റ് ഫീല് കിട്ടിയില്ലടാ. മൊത്തം നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ഒരു നിറവുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു 75%. എന്നാൽ നന്നായിട്ട് പാട്ട് ടെക്നിക്കലി നോക്കുകയും ശരിയൊക്കെയാണ്, പക്ഷെ അതിന് കിട്ടേണ്ട ഒരു ഗും അത് വേണടാ, അത് മിസ്സാവരുത് ഇതുപോലുള്ള പാട്ടുകൾക്ക് കേട്ടോ. അത്രേ ഉള്ളൂ മോനെ പറയാൻ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. റിഹാൻ എന്തോ മാർക്സ് ചോദിക്കാം. ഓക്കെ ശരത് സാർ. മോനെ എന്തോ 7.9. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. 7.8. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ 7.7. താങ്ക് യു സർ. സോ ടോട്ടൽ 23.4 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. പോരാ, നമുക്ക് അടുത്തതിൽ പിടിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.